പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അവസാന ദർശനം നടത്താനുമായി ഫ്രാൻസിസ് പാപ്പായുടെ ഭൗതിക ശരീരം വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ എത്തിച്ചു. രാവിലെ 11 മുതൽ നിലയ്ക്കാത്ത ജനപ്രവാഹമാണ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് ആദരമർപ്പിക്കാനായി ബസിലിക്കയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബുധനാഴ്ച രാവിലെ കൃത്യം 9 മണിക്കാണ് ഫ്രാൻസിസ് പാപ്പ താമസിച്ചിരുന്ന സാന്താ മാർത്തയിലെ ചാപ്പലിൽ നിന്ന് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മൃതശരീരം കൊണ്ടുവരുന്ന ചടങ്ങുകൾ ആരംഭിച്ചത്. ഹൃദയസ്പർശിയും ശാന്തഗംഭീരവുമായ ചടങ്ങുകൾക്ക് കർദിനാൾ കെവിൻ ഫാരൽ നേതൃത്വം നൽകി. ചടങ്ങിൽ 80ഓളം കർദിനാൾമാർ സന്നിഹിതരായിരുന്നു. പാത്രിയാർക്കീസ്മാരും മെത്രാപ്പോലീത്തമാരും മെത്രാന്മാരും വൈദികരും സന്യാസിനികളും അൽമായരും ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു സംഘം ചടങ്ങുകൾക്ക് സാക്ഷികളായി. വത്തിക്കാനിലെ മണികളുടെ അകമ്പടിയോടെ പാപ്പായുടെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള പവിത്രമായ പ്രദക്ഷിണം കടന്നു പോകുന്നത് ആദരവോടും കണ്ണീരോടും കരഘോഷത്തോടും കൂടെ 20,000-ഓളം വരുന്ന വിശ്വാസ സമൂഹം പത്രോസിൻ്റെ ചത്തുരത്തിൽ പ്രാർത്ഥനയോടെ കാത്തുനിന്നു. ലളിതവും മനോഹരവുമായ ഒരു മരപ്പെട്ടിയിൽ ചുവന്ന പൂജാവസ്ത്രങ്ങളും മെത്രാൻ്റെ തൊപ്പിയും അണിഞ്ഞ് എന്നും പോക്കറ്റിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ചിത്രത്തോടൊപ്പം കരുതാറുള്ള കറുത്ത മണികളുള്ള ജപമാലയും പിടിച്ച് കഴിഞ്ഞ ഞായറാഴ്ച പാപ്പാ മൊബൈലിൽ സഞ്ചരിച്ച അതേ പാതയിൽ ലോകം മുഴുവനെയും തോളിലേറ്റിയ അജപാലകനെ തങ്ങളുടെ തോളിലും ഹൃദയത്തിലുമേറ്റി അജഗണം നടന്നു. സാൻ പിയത്രോ ബസിലിക്കയുടെ മധ്യേ പാപ്പായുടെ മൃതശരീരം നിലത്ത് നിന്ന് ചെറുതായി ഉയർത്തിയ ഒരു പീഠത്തിന്മേലാണ് കിടത്തിയിട്ടുള്ളത്. സാധാരണയായി പാപ്പാമാരുടെയും രാജാക്കന്മാരുടെയും മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കാറുള്ള ഉയർന്ന പീഠം ഒഴിവാക്കണമെന്ന് തൻ്റെ മരണപത്രത്തിൽ ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെട്ടിരുന്നത് പ്രകാരമാണിത്. മണ്ണോട് ചേർന്നിരിക്കാൻ തന്നെ തറയിൽ വയ്ക്കണമെന്നായിരുന്നു സാധാരണക്കാരനായ പിതാവിൻ്റെ ആഗ്രഹം. വചന ശുശ്രൂഷയ്ക്കും ധൂപാർച്ചനയ്ക്കും ശേഷം അന്തിമോപചാരമർപ്പിക്കാൻ ജനങ്ങൾക്കായി ബസിലിക്ക തുറന്നുകൊടുത്തു. തുറന്ന പെട്ടിയിൽ ജനങ്ങൾക്ക് നേരെ തിരിച്ചു കിടത്തിയിട്ടുള്ള ശരീരം കണ്ട് ആദരമർപ്പിക്കാൻ 11 മണി മുതൽ വലിയ നിരയാണ് രൂപപ്പെട്ടത്. രാവിലെ മുതൽ തന്നെ കാത്തുനിന്ന ജനങ്ങൾക്ക് ഏതാണ്ട് 4 മണിക്കൂർ എടുത്തിട്ടാണ് ദർശനം നടത്താൻ കഴിഞ്ഞതെന്നതിൽ നിന്ന് നിരയുടെ നീളവും ആളുകളുടെ എണ്ണവും നമുക്ക് ഊഹിക്കാൻ കഴിയും. ഏതാണ്ട് 65,000 പേർ രാത്രി 8 മണിവരെ ആദരമർപ്പിച്ചതായാണ് ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ TV ചാനലായ TV2000 റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം രാത്രി 12 മണിവരെയാണ് അന്തിമോപചാരത്തിന് ബസിലിക്ക തുറന്നു നൽകുക എന്ന് അറിയിച്ചിരുന്നെങ്കിലും സമയം നീട്ടിക്കൊടുക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്ന് ഇറ്റാലിയൻ ടെലിവിഷൻ അറിയിക്കുന്നു. ലോക നേതാക്കളുടെയും ഡെലഗേറ്റുകളുടെയും മറ്റു മതനേതാക്കളുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നതിനാൽ വളരെ ശക്തമായ സുരക്ഷാ നടപടികളാണ് വിശുദ്ധ പത്രോസിൻ്റെ ചത്തുരത്തിലും ബസിലിക്കയിലും റോമിൽ മുഴുവനും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ പാപ്പ മരിക്കുന്നതിന് മുമ്പായി 2 ലക്ഷത്തോളം യൂറോ ഇറ്റലിയിലെ ഏറ്റവും വലിയ ജയിലായ റെബിബിയയിലെ തടവുകാരുടെ ക്ഷേമത്തിനായി സംഭാവന നൽകിയതായി തടവുകാരുടെ ക്ഷേമകാര്യങ്ങൾക്കായി റോമാരൂപത നിയോഗിച്ചിട്ടുള്ള മോൺസിഞ്ഞൂർ അംബാരോസ് വെളിപ്പെടുത്തി. തൻ്റെ ജീവിതകാലത്തിൽ ഓരോ പെസഹ വ്യാഴത്തിലും ഫ്രാൻസിസ് പാപ്പ കാലുകഴുകൽ ശുശ്രൂഷ നടത്തിയിരുന്നത് തടവറകളിൽ ആയിരുന്നു എന്നത് ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. മരിക്കുന്നതിനു മുമ്പും അസുഖമായിരുന്നിട്ടും കഴിഞ്ഞ പെസഹ വ്യാഴാഴ്ച പോലും പാപ്പ വത്തിക്കാനടുത്തുള്ള റെജീന ചേളി ജയിൽ സന്ദർശിച്ച് ഏതാണ്ട് അരമണിക്കൂറോളം തടവുകാരോടൊപ്പം ചിലവഴിച്ചിരുന്നു. ഹൃദയസ്പർശിയാണ് ഫ്രാൻസിസ് പാപ്പായുടെ അവസാന മണിക്കൂറുകളെക്കുറിച്ച് വത്തിക്കാൻ വാർത്താ വിഭാഗം പ്രസിദ്ധീകരിച്ച വാർത്ത. വളരെ കാലം തൻ്റെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ച നഴ്സായ മാസിമില്യാനോ സ്ത്രെപ്പത്തിയോടായിരുന്നു പാപ്പ അവസാനമായി പറഞ്ഞ വാക്കും ആംഗ്യവും. ഈ മാസിമില്യാനോയാണ് ഫ്രാൻസിസ് പാപ്പയെ ഉർബി എത്ത് ഓർബിക്ക് ശേഷം ഈസ്റ്റർ ഞായറാഴ്ച
പാപ്പാ മൊബൈലിൽ വത്തിക്കാൻ്റെ ചത്വരത്തിൽ തൻ്റെ അവസാനത്തെ ചുറ്റിയാത്രയ്ക്ക് ധൈര്യം പകർന്നത്. ഈ മാസിമിലിയാനോ തന്നെയാണ് വൻകുടലിൽ ശസ്ത്രക്രിയ നടത്തുന്നതാണ് നല്ലതെന്നും പാപ്പയോട് അഭിപ്രായം പറഞ്ഞത്. തന്നെ രക്ഷിച്ച നേഴ്സ് എന്നൊരിക്കൽ പാപ്പ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 38 ദിവസവും അതിനുശേഷം സാന്താ മാർത്തയിലും രാവും പകലും നോക്കാതെ പാപ്പായുടെ സമീപത്തു തന്നെയായിരുന്നു അദ്ദേഹം. 2022 മുതൽ പാപ്പായുടെ സ്വകാര്യ ആതുര ശുശ്രൂഷകനായി പാപ്പ അദ്ദേഹത്തെ നിയമിച്ചിരുന്നു. ഞായറാഴ്ച ഊർബിയത്ത് ഓർബി ആശീർവാദ സമയത്തും മാസിമിലിയാനോ പാപ്പായോടൊപ്പം തന്നെയായിരുന്നു. ഞായറാഴ്ച കടന്നുപോകേണ്ട വഴികൾ ഒരിക്കൽ കൂടെ വിലയിരുത്താൻ ശനിയാഴ്ച തന്നെ മാസിമിലിയാനോ പാപ്പയെ വീൽചെയറിലിരുത്തി അവിടെ കൊണ്ടു നടന്നിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ വത്തിക്കാനിൽ കൂടിയ വിശ്വാസികൾ 35,000-ൽ നിന്ന് 50,000-ലേക്ക് ഉയർന്നപ്പോഴാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ അവസാനത്തെ എന്നാൽ വളരെ അർത്ഥഗർഭമായ ആ ആകസ്മിക സംരംഭത്തിന് മുതിർന്നത്. വിശ്വാസികളുടെ ഇടയിലൂടെയുള്ള പാപ്പാ മൊബൈലിലെ ആ ചുറ്റിക്കറക്കം. സംശയമില്ലാതെയല്ല, തനിക്കത് സാധിക്കുമോ എന്ന് മാസിമിലിയാനോയോട് പാപ്പ ആരാഞ്ഞു. അദ്ദേഹം നൽകിയ ഉറപ്പിലായിരുന്നു വിശ്വാസികളെയും കുഞ്ഞുങ്ങളെയും തഴുകിയുള്ള ആ യാത്ര. ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷം ആദ്യമായിരുന്നു അത്, ജീവിതത്തിൽ അവസാനത്തേതും. ക്ഷീണിതനെങ്കിലും സംതൃപ്തനായിരുന്നു ഫ്രാൻസിസ് പാപ്പ. തന്നെ ചത്വരത്തിൽ തിരിച്ചെത്തിച്ചതിന് മാസിമിലിയാനോയ്ക്ക് നന്ദി പറയുകയും ചെയ്തു. ജനങ്ങളുടെ മധ്യേ നിൽക്കാനും അവരുമായി നേരിട്ട് കാണാനും പാപ്പായ്ക്ക് എന്നും സന്തോഷമായിരുന്നു. പിന്നീട് വിശ്രമിക്കുകയും അത്താഴം കഴിക്കുകയും രാത്രി ശാന്തമായി ഉറങ്ങുകയും ചെയ്ത പാപ്പ തിങ്കളാഴ്ച രാവിലെ 5:30 പെട്ടെന്ന് അസുഖലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. കൂടെ നിന്നിരുന്നവർ ഉടൻ പ്രതികരിച്ചു. 1 മണിക്കൂറോളം പ്രയത്നങ്ങൾ കഴിഞ്ഞപ്പോൾ മാസിമിലിയാനോയുടെ കൈകൾ കൊണ്ട് വിട പറയുന്ന ആംഗ്യം കാട്ടി. പിന്നെ കോമയിലായി. ഒട്ടും സഹിക്കാതെ പാപ്പ മരിക്കുകയും ചെയ്തു. പക്ഷാഘാതവും കോമയും ഹൃദയധമനികൾക്കുണ്ടായ ആഘാതവുമായിരുന്നു മരണകാരണം. ശാരീരിക സഹനം തനിക്ക് പ്രയാസമാണെന്ന് പറയാൻ മടിക്കാതിരുന്ന ഫ്രാൻസിസ് പാപ്പയെ കൂടുതൽ വിഷമിപ്പിക്കാതെ പിതാവ് തൻ്റെ സന്നിധിയിലേക്കെടുത്തു. ഒരുമിച്ച് യാത്ര ചെയ്യാമെന്ന് വിശ്വാസികളുമായുള്ള തൻ്റെ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ വാഗ്ദാനം ചെയ്തിരുന്ന പാപ്പ തൻ്റെ അന്ത്യം വരെ അവരോടൊപ്പം തന്നെയായിരുന്നു എന്ന് ഉറപ്പുവരുത്തിയ യാത്രയായിരുന്നു പാപ്പാ മൊബൈലിലുള്ള ആ യാത്ര. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പയ്ക്ക് ദൈവപിതാവിൻ്റെ സമീപത്തേക്ക് യാത്രാമംഗളങ്ങൾ നേരാം. പ്രാർത്ഥിക്കാം. വത്തിക്കാനിൽ നിന്നും റേഡിയോ മരിയയ്ക്ക് വേണ്ടി ഡെൽറ്റസ് തെക്കയാലുങ്കൽ.